എല്ലാവർക്കും നമസ്കാരം. തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്നു നിൽക്കുമ്പോൾ 100+ എന്ന മുദ്രാവാക്യവുമായി തിരഞ്ഞെടുപ്പിനെ നേരിട്ട് മൂന്നാമതും അധികാരത്തിലേറുവാൻ വേണ്ടി LDF ശ്രമിക്കുമ്പോൾ LDFിലെ പ്രബല കക്ഷിയായ മുഖ്യ ഘടകകക്ഷിയായ CPMന് കണ്ടകശനി. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദവും പാർട്ടിയിലെ മുൻ MLAമാരും മന്ത്രിയും എല്ലാം കൊഴിഞ്ഞുപോക്ക് ഭീഷണിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇങ്ങനെ ഒരു ഭീഷണി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതില് മധ്യ കേരളമെന്നോ വടക്കൻ കേരളമെന്നോ തെക്കൻ കേരളമെന്നോ വ്യത്യാസമില്ലാതെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും CPM ഇപ്പോൾ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കൊഴിഞ്ഞുപോക്ക് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതും പ്രബലന്മാരായ വ്യക്തികളാണ് CPM നിന്ന് പോവാൻ നിൽക്കുന്നതും പോയിക്കൊണ്ടിരിക്കുന്നതും. രക്തസാക്ഷി ഫണ്ട് വിവാദം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു രക്തസാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വൈകാരികമാണ്. കമ്മ്യൂണിസ്റ്റുകാരെ വീട്ടുകാരെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ക്ഷമിച്ചു എന്ന് വരും. അവരുടെ രക്തസാക്ഷികളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അവരുടെ മുദ്രാവാക്യം തന്നെ രക്തസാക്ഷി മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നാണ് അവരുടെ മുദ്രാവാക്യം. അങ്ങനെയുള്ള രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിലാണ് കണ്ണൂര് CPM പെട്ടുകിടക്കുന്നത്. സഖാവ് ധനരാജ് രക്തസാക്ഷി ഫണ്ട് വിവാദം ഒരു MLAക്കെതിരെയാണ് അതിൽ വിരൽ ചൂണ്ടുന്നത്. V കുഞ്ഞികൃഷ്ണൻ എന്ന ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ഏരിയ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന ആളാണ് ഈ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. അതിന് വ്യക്തമായ ഒരു മറുപടി നൽകുവാനോ അല്ലെങ്കിൽ ആ ഫണ്ടിന്റെ കണക്കുകൾ പുറത്തുവിടുവാനോ ഇതുവരെ കണ്ണൂരുള്ള CPM തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു വിവാദം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മുൻ MLAമാരുടെയും മന്ത്രിമാരുടെയും കൊഴിഞ്ഞുപോക്ക്, മുൻ മന്ത്രിമാരുടെയും കൊഴിഞ്ഞുപോക്ക്. ആദ്യം സുധാകരൻ, ആലപ്പുഴയിലുള്ള CPMന്റെ സമുന്നതനായ നേതാവ്, രക്തസാക്ഷി കുടുംബത്തിൽ നിന്നും വരുന്ന നേതാവ്, മുൻ മന്ത്രി G സുധാകരൻ തന്റെ 63 വർഷമായിട്ടുള്ള പാർട്ടിയുമായുള്ള ബന്ധം ഇന്നലെ വിച്ഛേദിച്ചു എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരിക്കുന്നത്. കാരണം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പരസ്യമായി തന്നെ അപമാനിച്ചതിനെതിരെയും അതുപോലെ തന്നെ പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തന്നെ തുടർച്ചയായി അപമാനിക്കുന്നതിലും പ്രതിഷേധിച്ചാണ് താൻ പാർട്ടിയുടെ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് G സുധാകരൻ മുൻ മന്ത്രി പറയുന്നത്. G സുധാകരൻ മുൻ മന്ത്രിയായിരുന്നു. സുധാകരന്റെ വീട്ടിൽ നിന്നും ഒരു രക്തസാക്ഷിയുണ്ട്. അപ്പം പറയും, അച്ഛൻ ആനപ്പുറത്ത് കയറിക്കഴിഞ്ഞാൽ മകന്റെ ചന്തയിൽ തഴമ്പുണ്ടാവുമോ എന്നുള്ള കാര്യങ്ങൾ ചിലപ്പോൾ സഖാക്കൾ ചോദിച്ചു വരും. അതിലും വലിയൊരു പാരമ്പര്യം കൂടി സുധാകരനുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് ആലപ്പുഴയിൽ നിന്നും ആദ്യമായി അറസ്റ്റ് ചെയ്ത കമ്മ്യൂണിസ്റ്റുകാരനാണ് G സുധാകരൻ. ഒരു കാലത്ത് ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ വലങ്കൈയായി ആലപ്പുഴയിലുള്ള VSന്റെ അപ്രമാദിത്യം ഇല്ലാതാക്കി പിണറായി പക്ഷത്തിന് ആലപ്പുഴ പിടിച്ചുകൊടുത്തതിൽ മുഖ്യ സ്ഥാനത്തുണ്ടായിരുന്ന വ്യക്തിയാണ് G സുധാകരൻ. ആ G സുധാകരൻ ഇപ്പോൾ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്നു. ഇന്നലെ പറഞ്ഞിട്ട് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല, ഞാൻ പുതുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇന്ന് രാവിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഫോൺ വിളിച്ചിട്ടൊക്കെ ഇങ്ങനെ രമ്യതയിലേക്കൊക്കെ എത്തിക്കാൻ നോക്കിക്കൊണ്ടിരിക്കേണ്ട. എന്തായാലും ശരി, അവിടെ ആലപ്പുഴയിൽ G സുധാകരൻ എന്ത് രമ്യതയിൽ എത്തിച്ചാലും എന്തായാലും ശരി, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. അടുത്തത് ഐഷ പോറ്റി, മുൻ MLA ആണ്, കോൺഗ്രസിലേക്ക് പോയിരിക്കണം. CPMന്റെ മുൻ MLA ആയിരുന്നു ഐഷ പോറ്റി, കോൺഗ്രസിലേക്ക് പോയി. പിന്നെ പാലക്കാട് ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം VSന്റെ സന്തത സഹചാരിയും VSന്റെ PAയുമായിരുന്ന സുരേഷ് കോൺഗ്രസിന്റെ VD സതീശൻ നയിക്കുന്ന ജാഥയിൽ പങ്കെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ മിക്കവാറും
മലമ്പുഴ മണ്ഡലത്തിൽ UDFന്റെ പിന്തുണയോടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട്. VSന്റെ സന്തത സഹചാരിയായിരുന്നു മലമ്പുഴ എന്ന CPMന്റെ കോട്ടയിലായിരിക്കും നിൽക്കുക. അതും CPMന് തലവേദന തന്നെയാണ് പാലക്കാട്. അടുത്തത് പാലക്കാട് ജില്ലയിൽ തന്നെ മണ്ണാർക്കാട്ടെ മുൻ ഏരിയ സെക്രട്ടറിയും പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു. അതുപോലെ തന്നെ KTDCയുടെ ചെയർമാനുമായിരുന്ന PK ശശി പാർട്ടിയുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്നു. KTDCയുടെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. ഇപ്പൊ ഏതോ ബ്രാഞ്ചിലെത്തിയാണ് അദ്ദേഹം ഉള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞ. പുള്ളി ബ്രാഞ്ചിലും സമ്മേളനത്തിനും പ്രകടനം ഒന്നിനും പോക്കില്ല. കാരണം പുള്ളി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. PK ശശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് പാർട്ടിയായിരുന്നു. പാർട്ടി മണ്ണാർക്കാട് എന്ത് തീരുമാനിക്കണം, പാർട്ടി എന്തൊക്കെ ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിച്ചിരുന്ന വ്യക്തിയായിരുന്നു PK ശശി എന്ന് പറഞ്ഞ പാർട്ടിയും, പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PK ശശിയുമായിരുന്നു. കൂടെ മുൻ MLA കൂടിയാണ് അദ്ദേഹവും മിക്കവാറും ഇടഞ്ഞ് CPMുമായി വിട്ട് ഇപ്പൊ കേൾക്കാൻ അറിയുന്നത് ഒറ്റപ്പാലത്ത് സ്വതന്ത്രനായി UDF പിന്തുണയോടെ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന്. അങ്ങനെ പാലക്കാട് ജില്ലയിൽ നിന്ന് 2 പേര്. അടുത്തത് S രാജേന്ദ്രൻ മുൻ MLA ആണ്, BJPയിലേക്ക് പോയിരിക്കുന്നത്. ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ MLA സ്ഥാനമായിരുന്നു, മുൻ MLA ആയിരുന്നു ദേവികുളത്തെ. അദ്ദേഹം BJPയിലേക്ക് പോയിരിക്കുന്നു. അങ്ങനെ കേരളം മൊത്തം CPM അതിഭയങ്കരമായ കൊഴിഞ്ഞുപോക്ക് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. അങ്ങനെ രക്തസാക്ഷി ഫണ്ട് വിവാദവും മുൻ MLAമാരും മുൻ മന്ത്രിയും എല്ലാം പാർട്ടി വിട്ടു പോകുന്നു. കൂടെ ഔദ്യോഗികമായി പാർട്ടി സീറ്റുകൾ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും ചില മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും പാർട്ടിക്ക് അത്ര സുഖകരമല്ല. ടീച്ചറമ്മ എന്ന് അറിയപ്പെടുന്ന KK ശൈലജ ടീച്ചർ, മുൻ ആരോഗ്യമന്ത്രി, ചില മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നു അടുത്ത കേരളത്തിന്റെ വനിതാ മുഖ്യമന്ത്രി LDFന്റെ എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന KK ശൈലജ ടീച്ചറെ CPMന്റെ ഉരുക്കുകോട്ടയായ, CPMന് 100% ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റായ മട്ടന്നൂരിൽ നിന്നും മാറ്റി വേറെ സീറ്റ് കൊടുക്കാൻ പോകുന്നു. അതിൽ ശൈലജ ടീച്ചർക്ക് അമർഷം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷറുടെ ഭാര്യ PK ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു എന്നുള്ള ചില വാർത്തകൾ ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെതിരെ പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ തന്നെ അതിരൂക്ഷമായ വിമർശനമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നും ഉള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി പറയുന്നത്, ഒന്നാമത് പാർട്ടി തീരുമാനിച്ചിട്ടില്ല, പാർട്ടി ആർക്ക് സീറ്റ് കൊടുക്കും ആർക്ക് സീറ്റ് കൊടുക്കില്ല എന്നുള്ള കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. അതിന്റെ ഇടയിൽ തന്നെ ചില മാധ്യമങ്ങളാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് ഓൺലൈൻ വഴിയുള്ള ചില ആൾക്കാരാണ് എന്നൊക്കെ പറയേണ്ടത്. പക്ഷെ അത് തെറ്റാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. PK ശ്യാമള ടീച്ചർക്ക് തളിപ്പറമ്പിൽ സീറ്റ് കൊടുക്കുന്നതിനെതിരെയും പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ, പാർട്ടി പ്രവർത്തകരിൽ നിന്ന് തന്നെ അതിരൂക്ഷമായ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇങ്ങനെയുള്ള വിവാദങ്ങളിലും പ്രശ്നങ്ങളിലും അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് CPM ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ. എന്തായാലും 100+ എന്ന മുദ്രാവാക്യവുമായി മുന്നേറുന്ന LDFന് ഇത് നല്ല കാലമാവില്ല. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരുവാനും മറക്കല്ലേ.